പരിശുദ്ധമായ ഖുർആൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണത്. ഫറോവ ചക്രവർത്തി സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട് ശത്രുതയിൽ ജീവിച്ച ഫറോവ ചക്രവർത്തി ഫിർഔൻ, റംസീസ് രണ്ടാമൻ എന്നാണ് അയാളുടെ പേര്. ഫിർഔനുമാർ ഒരുപാടുണ്ട്. ഫിർഔൻ എന്നതൊരു സ്ഥാനപ്പേരാണ്. ഒരുപാട് ഫിർഔനുണ്ട്. മൂസാ നബിയുടെ കാലത്തെ ഫിർഔന്റെ പേര് റംസീസ് രണ്ടാമൻ എന്നാണ്. വിശ്വസിച്ചിരുന്നില്ല, അള്ളാഹുൽ വിശ്വസിച്ചില്ല. ചെങ്കടൽ പിളർന്ന മഹാത്ഭുതം നടന്നു. ബൈബിൾ പുസ്തകം അതിനെ വിളിക്കുന്ന പേരാണ് എക്സോഡസ്. എക്സോഡസ് എന്ന് പറഞ്ഞാൽ മഹാനായ മൂസ നബിയും ഇസ്രായേലികളായ മക്കളും മുറിച്ചു കടന്ന ആ മഹാസംഭവത്തെ വിവരിക്കുന്ന ബൈബിളിന്റെ ഭാഗമാണ് എക്സോഡസ്. ഫറോവയും സൈന്യവും സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞു? കൂടിച്ചേരാൻ വേണ്ടി പറഞ്ഞു വെള്ളത്തോട്. അങ്ങനെ മുങ്ങി മരിച്ചുപോയ ആളാണ് ഫറോവ ചക്രവർത്തി റംസീസ് രണ്ടാമൻ. അള്ളാഹു എന്താ പറഞ്ഞത്? ഫറോവ അന്നേരം പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേൽ സന്തതികൾ, യാക്കൂബ് നബിയുടെ മക്കൾ. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം യാക്കൂബ് എന്നാണ്. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ബനു ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കൾ, യാക്കൂബ് നബിന്റെ മക്കളിലൂടെ വന്ന കുടുംബം. അതുകൊണ്ട് ബനു ഇസ്രായേൽ എന്ന് പറയാൻ കാരണം. അല്ല, ഇന്നത്തെ ജൂതരാഷ്ട്രത്തിന്റെ പേര് ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാക്കൂബ് നബിയുടെ പേരാണത്. ഇസ്രായേൽ സന്തതികളും മൂസ നബിയും ഏതൊരു പടച്ചവനിലാണോ വിശ്വസിച്ചിരിക്കുന്നത്, ആ അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫറോവ വിളിച്ചു പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഫറോവ, ഇത്രയും കാലം ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത്? ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? നിന്റെ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല. اليوم ننجيك ببدنك لتكون لمن خلفك آية. اليوم ننجيك, നിന്നെ നാം ഇന്ന് രക്ഷപ്പെടുത്തും. ബിബദനിക, നിന്റെ ഡെഡ് ബോഡി, നിന്റെ ശവശരീരം നാം സൂക്ഷിക്കും. ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിൻഗാമികളായി വരാൻ പോകുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമായി മാറാൻ നിന്റെ ശവശരീരം നാം സൂക്ഷിച്ചു വെക്കും. ഈസ നബി അലൈഹിസ്സലാമിന്റെയും 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് BC 3000 അല്ലാഹു പറഞ്ഞ വാക്കാണ്. പ്രസിദ്ധമായ ഖുർആൻ ഇറങ്ങി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ സ്വഹാബികൾ ഒരാളും എന്ന് ചോദിച്ചില്ല, നബിയെ, എവിടെയാണ് ഫറോവയുടെ ശരീരം കിടക്കുന്നത്? എവിടെയാണത് നബിയെ? അന്ന് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അവരും ഓതുന്നുണ്ട്, അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ പിൻഗാമികൾക്ക് മാതൃകയാവാൻ ഫറോവ നിന്റെ ശരീരം നമ്മൾ സൂക്ഷിച്ചു വെക്കും കേട്ടോ. സുഹാബികൾ ചോദിച്ചില്ല, നബിയെ, ഇങ്ങനെ ഒരു വാക്ക് അല്ലാഹു പറഞ്ഞിട്ട് ഫറോവയുടെ ശരീരം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ലല്ലോ. ചോദിച്ചില്ല. അവർക്കറിയാം ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. താബിഈങ്ങൾ ചോദിച്ചിട്ടില്ല, ഉലമാഇനോട് സംശയം ഉയർത്തിയിട്ടില്ല. അല്ലാഹു പറയുന്നു, എവിടെയാണ് ശരീരമെന്നറിയില്ല. താബിഈകളുടെ കാലം കഴിഞ്ഞു. 1400 കൊല്ലത്തിനിടക്ക് കഴിഞ്ഞ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ലോകത്ത് ഓറിയന്റലിസ്റ്റുകൾ എഴുതിവിട്ടത്. എവിടെ ആ ശരീരം? ഓറിയന്റലിസ്റ്റുകാർ അവരെഴുതിവിടാണ്. ഖുർആനിൽ തെറ്റുണ്ട് എന്ന് വരുത്താൻ അവര് വിഫല ശ്രമം നടത്തുകയാണ്. എവിടെയാണ് ആ ശരീരം? ആ നേരത്താണ് അല്ലാഹു 20-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് 1905 ഉള്ളിൽ 20-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോഴേക്കും ഈജിപ്തിന്റെ ഡെൽറ്റയിൽ നിന്ന് ശവപ്പെട്ടി കാണുന്നത്. ആ ശവപ്പെട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയാൻ തിരക്കായി.
BC 3000-ങ്ങളിൽ ജീവിച്ചുപോയ ഈജിപ്ഷ്യന്മാർക്ക് മമ്മികളാക്കി സൂക്ഷിക്കാൻ, ഡെഡ് ബോഡികൾക്ക് നാശം വരാതെ സൂക്ഷിക്കാനുള്ള കഴിവ് പോലും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധമായ ഖുർആനിന്റെ ഈ വാക്യം സാധിക്കാനായിരിക്കണം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ പെട്ടികിട്ടി പരിശോധിച്ചു നോക്കി. ലണ്ടൻകാരൻ കൊണ്ടുപോയി മ്യൂസിയത്തിലേക്ക് സയന്റിസ്റ്റുകൾ പഠിച്ചു നോക്കി. ഈജിപ്തിന്റെ പുരാതനമായ ഈജിപ്ഷ്യൻ ലിപികൾ അവർ വായിച്ചെടുത്തു. നോക്കുമ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് പടപൊരുതി ചെങ്കടലിൽ അല്ലാഹു മുക്കിക്കൊന്ന റംസീസ് രണ്ടാമൻ എന്ന ഫറോവയുടെ ഡെഡ് ബോഡിയാണിത്. ആ ഡെഡ് ബോഡി ഇന്ന് കിടക്കുന്നത് ഈജിപ്തിന്റെ നാഷണൽ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ട്. ആർക്കും പോയി കാണാൻ പറ്റും. അവിടുത്തെ അത്ഭുതം, ഏത് ഡെഡ് ബോഡിയും സൂക്ഷിക്കാൻ ചില ആർട്ടിഫിഷ്യൽ മരുന്നുകൾ ഉപയോഗിക്കണം. ഈ ഫറോവയുടെ ഡെഡ് ബോഡിക്ക് ഒരു മരുന്നും വേണ്ട, വെറും ചിൽക്കൂടിൽ വെച്ചിരിക്കുക. 3000 കൊല്ലങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പ് തങ്ങളുടെ കാലമാകുമ്പോഴേക്കും 3500 കൊല്ലങ്ങൾ കഴിഞ്ഞു. അതും കഴിഞ്ഞൊരു 1400 കൊല്ലം കൂടെ കഴിയുമ്പോഴേക്ക് ആലോചിച്ചു നോക്കണം, 5000 കൊല്ലം പഴക്കമുള്ള ഒരു ശരീരം അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞാൽ അത് നടക്കുകയാണ്. ആ ശരീരം മനുഷ്യർക്ക്, ലോകത്തുള്ള സർവ്വ മനുഷ്യരും സംശയാലുക്കളായ ആളുകൾക്ക്, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ അത്ഭുതം മതിയാവാത്തവർക്ക്, വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ഭംഗി തികയാത്തവർക്ക്, വിശുദ്ധ ഖുർആനിന്റെ ആത്മീയമായ ഉത്ബോധനം തികയാത്തവർക്ക് കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഫറോവയുടെ ഡെഡ് ബോഡി ഇന്നും കിടക്കുകയാണ്. എപ്പോഴാണ് കണ്ടെത്തിയത്? 20-ാം നൂറ്റാണ്ടിൽ. എന്താ ഇങ്ങോട്ട് ബന്ധിച്ചു വെച്ചത്? അപ്പോഴല്ലേ സംശയത്തിന്റെ ആളുകൾ വന്നത്. അവര് കണ്ടോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ. റൂം, ക്രിസ്ത്യാനികളായ റോമക്കാർക്ക് പരാജയം സംഭവിച്ചു. ഫീ അദ്നൽ അർളി, ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശത്ത്. അദ്നൽ അർള്, the lowest point on earth. ഞാൻ മക്കളോട് ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും സമുദ്രത്തിന്റെ സീ ലെവലിൽ നിന്ന് ഏറ്റവും താഴെ കിടക്കുന്ന മണ്ണ് എവിടെയാണ്? ഭൂമിയിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എവിടെയാണ്? ഫലസ്തീനിന്റെ അടുത്താണ്. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു ഫീ അദ്നൽ അർളി, അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം. ദനാ യദ്നു, അദ്ന എന്ന് പറഞ്ഞാൽ the lowest, അത് സൂപ്പർലേറ്റീവ് പ്രയോഗമാണ്. ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്. അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം ചാവുകടലിന്റെ, ഡെഡ് സീയുടെ, ഇന്നത്തെ ജോർഡാനിന്റെ, പഴയ ഫലസ്തീനിന്റെ ഭാഗങ്ങളായ പഴയ സിറിയയുടെ ഭാഗം, ഇന്നത്തെ ജോർഡാനിൽ കിടക്കുന്ന ചാവുകടൽ, ഏറ്റവും കൂടെ ഉപ്പുള്ള പ്രദേശം ഉണ്ടല്ലോ, ആ ചാവുകടലിന്റെ കരപ്രദേശങ്ങളാണ്, അതിന്റെ കോസ്റ്റുകളാണ് ലോകത്ത് ഏറ്റവും വലിയ, ഏറ്റവും താഴ്ന്ന പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടലാണ്. എവിടെ നിന്ന് കിട്ടി? റൂം. അന്ന് ക്രിസ്ത്യാനികളും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ, ക്രിസ്ത്യാനികൾ മതവിശ്വാസികളാണ്, പേർഷ്യക്കാർ തീ ആരാധകരാണ്. ആ തീ ആരാധകരായ വിശ്വാസികൾ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തിയപ്പോൾ മക്കക്കാരായ ആളുകൾ പറഞ്ഞു, കണ്ടില്ലേ വേദം നൽകപ്പെട്ട വിഭാഗത്തിന്റെ പരാജയം. അപ്പോ നിങ്ങൾ ഖുർആനിന്റെ ആളുകൾക്കും പരാജയം വരും. വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറഞ്ഞു. സൂറത്തുർ റൂം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമൻ സാമ്രാജ്യത്തിന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. എവിടെ? ഫീ അദ്നൽ അർളി. റോമ പേർഷ്യൻ യുദ്ധം നടന്നത് ഡെഡ് സീയുടെ ചാരത്താണ്, ചാവുകടലിന്റെ കരയിലാണ്. അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീന. 10-ൽ താഴെ വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായും ഇതേ റോമക്കാർ പേർഷ്യക്കാർക്കെതിരെ പടപൊരുതി ജയിക്കാൻ പോകുന്നു.
ഇത് പറഞ്ഞ് 7-ാമത്തെ കൊല്ലം റോമക്കാർ ജയിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആന്റെ വലിയൊരു അത്ഭുതം, അവർ ജയിച്ചതാണ്. അദ്നൽ അർളി, ലോകത്തെ ലോവസ്റ്റ് പോയിന്റ്, ഏറ്റവും താഴെയുള്ള പ്രദേശം ഏതാ? ചാവുകടലാണ്. ഇത് ഖുർആൻ പറഞ്ഞു. ഇന്ന് അന്നൊക്കെ അളക്കാൻ പറ്റും അതൊക്കെ. അദ്നൽ അർള്, ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്. ശുദ്ധ ഖുർആൻ പറഞ്ഞ റോമക്കാർക്ക് പരാജയം സംഭവിച്ച ചാവുകടലിന്റെ പ്രദേശങ്ങളാണെന്ന് ഇന്ന് ലോകത്തിന് കണ്ടെത്താൻ പറ്റിയ അത്ഭുതമല്ലേ പരിശുദ്ധ കലാമിൽ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രായിനെ കുറിച്ച്, മിഅ്റാജിനെ കുറിച്ച് അത്ഭുതം പറയുമ്പോൾ അല്ലാഹു പ്രയോഗിച്ച പ്രയോഗമാണ് സുബ്ഹാന. ഏറ്റവും പരിശുദ്ധനായവൻ അല്ലാഹു പരിശുദ്ധനാണ്. അത്ഭുതം നടക്കും പറയുന്ന വാക്ക. അതേ പ്രയോഗം സൂറത്തു യാസീനിൽ അല്ലാഹു പറയുകയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിനെയും ഇണകളായി പടച്ച അല്ലാഹു പരിശുദ്ധനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു പരിശുദ്ധനാണ്. ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു. മിമ്മാ തുംബിതുൽ അർളു, ഭൂമി മുളപ്പിക്കുന്നതിലും. വമിൻ അൻഫുസിഹിം, മനുഷ്യരിലും ഇണകളുണ്ട്, സസ്യങ്ങളിൽ ഇണകളുണ്ട് എന്ന് പറഞ്ഞ ആണും പെണ്ണും എന്ന് പറഞ്ഞ പോലെ സസ്യങ്ങളിലും മാസ്കുലിൻ ഫെമിനിൻ, മെയിൽ ആൻഡ് ഫീമെയിൽ മരങ്ങളിലുണ്ട്. ഇത് നമുക്കറിയാവുന്ന വിഷയമാണല്ലോ. അപ്പോഴല്ലേ കായ്ക്കനികൾ ഉണ്ടാവൂ. ഇനി എന്താ ഖുർആൻ പറഞ്ഞത്? വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്ത പലതിലും ഇണകളുണ്ട്. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ പേരെന്താ? മൂലകങ്ങൾ എന്ന് പറയും മലയാളത്തിൽ, എലമെന്റ്സ് അല്ലെ. മൂലകങ്ങളുടെ ഏറ്റവും ചെറിയ കണികൾക്ക് നമുക്ക് എന്ത് പറയും? ആറ്റം. ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. ആറ്റത്തിന്റെ ഉള്ളിൽ കറങ്ങുന്ന സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ന്യൂട്രോൺ ചാർജ്ലെസ്, ചാർജ് ഇല്ലാത്തത്. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ്. എല്ലാറ്റിലും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. മൂജബയും സാലിബയും. മൂജബ എന്ത്? പോസിറ്റീവ്. സാലിബ നെഗറ്റീവ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, ഈ ചാർജുകൾ ഇല്ലാത്ത ഒരു സാധനമില്ല ലോകത്തെ എല്ലാ സാധനവും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവുകൾ ഈ മൈക്കിന്റെ ഉള്ളിൽ കടന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, എനിക്ക് പറയാൻ കഴിയുന്നത്. എല്ലാറ്റിലും നിങ്ങൾ അറിയാത്ത പലതിലും ഇണകളുണ്ട്. ലോകം സൃഷ്ടിച്ചത് ആറ്റം കൊണ്ട്. സർവ്വ ആറ്റങ്ങളിലും ഇലക്ട്രോണും പ്രോട്ടോണുകളുണ്ട്. പിന്നെന്താ അത്ഭുതം! അന്ന് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അവരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആറ്റങ്ങളുണ്ടെന്ന്. അവരെന്താ ആറ്റം? അറബികൾക്ക്, അറാബികളായ ആളുകൾക്ക് എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു. സുബ്ഹാന. ഈ മഹാത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ പറയും സുബ്ഹാനല്ലാഹ്. അത് തിരുമ പറയും സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണ് പടച്ചവനെ, നീ പരിശുദ്ധനാണ്. يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يا معشر الجن والإنس سورة الرحمن. ഓ മനുഷ്യരെ, ജിന്നുകളെ, മനുഷ്യവർഗമേ, ഭൂതവർഗമേ,
ഇനിസ്തതഅതും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ആകാശഭൂമികളുടെ രണ്ടറ്റങ്ങളെ തുളച്ചു കയറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫംഫുദൂ നിങ്ങളൊന്ന് കയറി നോക്കട്ടെ. എന്തായി പറഞ്ഞെന്നറിയോ? ഭൂമിയെ തുളക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്. ഭൂമിയെ തുളക്കാൻ പറ്റുമോ? മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഭൂമിയുടെയും ആകാശത്തിന്റെയും അറ്റങ്ങളെ പെനിട്രേറ്റ് ചെയ്ത് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫംഫുദൂ ഗോ ആൻഡ് ഡു ഇറ്റ്. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ അല്ലാഹു നൽകുന്ന മഹാ കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് സാധ്യമല്ല. ഭൂമിയെ തുളച്ചു ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് തുളക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇതാ ഖുർആൻ പറയുന്നത്. ഭൂമിയെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് തുളക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. ഭൂമിയെ തുളച്ചിട്ടുണ്ട്. എത്രയാണെന്നറിയോ? ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ആഴത്തേക്ക് പോയത് 11 കിലോമീറ്റർ. 11 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് തുളച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് തുളക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഭൂമിയുടെ കോർ വരെ, ഭൂമിയുടെ പകുതി പോലും തുളക്കാൻ കഴിയില്ല. അത്രക്ക് ഘനീഭവിച്ച തീയും ചൂടുമുണ്ട്. തുളക്കുന്ന മെഷീൻ പോലും മെൽറ്റായി പോകും. അല്ലാഹു പറയാ ലാ തൻഫുദൂൻ നിങ്ങൾക്കതിന് കഴിയൂല, നിങ്ങൾക്കതിന് കഴിയില്ല. ശ്രമിച്ചു നോക്കിക്കോളൂ, കഴിയൂല. ആകാശത്തിന്റെ മണ്ഡലങ്ങളെ തുളച്ചു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ചന്ദ്രനിൽ പോകാൻ പറ്റുമോ? മാർസിലേക്ക്, സാറ്റേണിലേക്ക് പോകാൻ പറ്റുമോ? ചൊവ്വയിലേക്ക് പോകാൻ പറ്റുമോ? ഇതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ആകാശത്തിന്റെ അറ്റം അതെവിടെയാണെന്ന് പോലും ഇന്ന് സയൻസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല, കഴിയില്ല. അങ്ങനെ ഒരു യാത്ര, അങ്ങനെ ഒരു അറ്റങ്ങൾ ഭേദിച്ചു കടന്നത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ആളാണ് മിഅ്റാജിന്റെ രാവിൽ കടന്നുപോയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാണ് ആകാശത്തിന്റെ, ഗംഗയുടെ ആകാശത്തിന്റെ അതിരുകളെ കടന്നുപോയത്. വേറെ ഒരാൾക്കും അത് കഴിയൂല. വിശുദ്ധ ഖുർആൻ പറയുന്നു മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഇത് വലിയൊരു അത്ഭുതമാണ്. മിൻഹാ ഖലഖനാകും, മയ്യിത്തിനെ നമ്മൾ ഖബറിലേക്ക് വെക്കുമ്പോൾ പറയുന്ന വാക്കാണത്. മണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചത്. വഫീഹാ നുഈദുകും, മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കും. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഒരിക്കലൂടെ മണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പുനർജന്മം നൽകും. ഇത് പഠിക്കാനുള്ള വിഷയം എന്താണെന്നറിയോ? ഭൂമി വിട്ട് മനുഷ്യൻ എങ്ങനെ സഞ്ചരിച്ചാലും ശരി, മരിക്കണമെങ്കിൽ ഭൂമിയിലേക്ക് മനുഷ്യൻ തിരിച്ചു വരുന്നതാണ്. ചന്ദ്രനിൽ പോയാലും ശരി, ചൊവ്വയിൽ അവിടെ ഒന്നും ഖബറടക്കേണ്ട ആവശ്യം വരില്ല. ഒരു മനുഷ്യനും സ്പേസിൽ പോയി മരിക്കാൻ പോകുന്നില്ല. മരിക്കാൻ ഭൂമിയിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് കൽപ്പന ചൗള ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കെ ഏതാനും സെക്കൻഡുകൾ ബാക്കി നിൽക്കെ മയ്യിത്താവാൻ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. വലിയൊരു സ്പേസ് എക്സ്പെഡിഷൻ കഴിഞ്ഞിട്ട്. ഓർമ്മല്ലേ? എന്താ കാരണം എന്നറിയോ? അള്ളാന്റെ വാക്കാ, വഫീഹാ നുഈദുകും, ഭൂമിയിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കി കൊണ്ടുവരും. അവിടെ പോയിട്ട് ഫ്ലാറ്റ് എടുത്തോ, അതൊന്നും വിഷയമല്ല. മരിക്കാൻ ഈ മണ്ണ് വേണം. ഇവിടെ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചത്. അതുകൊണ്ട് ഇത് ഖുർആനിന്റെ വെല്ലുവിളിയാണ്. മനുഷ്യൻ സ്പേസിൽ പോയി മരിച്ചാലും അവന്റെ ഡെഡ് ബോഡി കിടക്കാൻ ഭൂമിയല്ലാത്തൊരു മണ്ണ് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. ആകാശം എന്ന് പറയുന്ന ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന വായു ഭൂമിയുടെ ഭാഗമാണത്. അന്തരീക്ഷം ഭൂമിന്റെ ഭാഗമാണ്. അതിനുള്ളിൽ മരിക്കാം. പക്ഷേ മയ്യിത്ത് ഭൂമിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. വഫീഹാ നുഈദുകും, ഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഖുർആൻ പറഞ്ഞ അത്ഭുതമാണ്. മറ്റൊരു വലിയ അത്ഭുതം ഖുർആൻ പറഞ്ഞത് ഫ്ലൈറ്റുകളെ സംബന്ധിച്ചാണ്. ഫ്ലൈറ്റിനെ കുറിച്ച് അതെങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ. ഒന്ന് സൂറത്തു തബാറക്കയിലല്ലേ, അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. ശരിയല്ലേ? ഇനി സൂറത്തു നഹ്ലിലേക്ക് വരാം.
അവലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ അവലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ത്വയ്ർ എന്ന് പറഞ്ഞാൽ പറക്കുന്നവ, പക്ഷി എന്ന് പറയാം. കൈറ്റിന് ത്വയ്ർ എന്ന് പറയും, ത്വയ്യാറ എന്ന് പറയും. ഫ്ലൈറ്റിന് ത്വാഇറ എന്ന് പറയും. ത്വാറ യതീറു, പറക്കുന്നതൊക്കെ ത്വയ്റാണ്. അല്ലാഹ് ചോദിക്കാൻ, അവലം യറൗ, നിങ്ങൾ കാണുന്നില്ലേ, ഇല ത്വയ്രി ഫൗഖഹും, നിങ്ങളുടെ മീതെ പറക്കുന്നവയെ കാണുന്നില്ലേ? ഏതാണ്? പക്ഷികൾ നിങ്ങളുടെ മീതെ. സ്വാഫാത്തിൻ വയഖ്ബിദ്ന, ചിറകുകൾ വിടർത്തിയിട്ടും ചിറകുകൾ കൂട്ടിപ്പിടിച്ചും പറക്കുന്നവയെ കാണുന്നില്ലേ? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല പക്ഷികൾക്ക് പറക്കാൻ സഹായിച്ചത്. കാരുണ്യവാൻ, കരുണ ചെയ്യണമെങ്കിൽ ജീവനുള്ള സാധനത്തിനോട് കരുണ ചെയ്യുക. അപ്പോഴല്ലേ കാരുണ്യം എന്ന് പറയുള്ളൂ. ജീവനുള്ളതിനോടാണ് കരുണ ചെയ്യുക. റഹ്മത്ത് ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, കാരുണ്യവാനാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ, എല്ലാം കാണുന്നവനാണ് അല്ലാഹു. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു ഖുർആനിൽ ആവർത്തനങ്ങൾ ചെയ്യില്ല. ഖുർആനുകൾ ആവർത്തനമില്ലെന്നാണ്. ആവർത്തനമില്ല. തോന്നും നമുക്ക് ആവർത്തനാണോ? മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം 82 പ്രാവശ്യം അല്ലാഹു ആവർത്തിച്ചിട്ടുണ്ട്. മൂസ നബിയുടെ ചരിത്രം ഓരോന്ന് പറയുമ്പോഴും പുതിയ ആശയമാണ്, ആവർത്തനം വരില്ല. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, ഇത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുന്നു. ഇതാണ് വിഷയം. ഇതേ ആശയം സൂറത്തുൻ നഹ്ലിൽ എന്താ അല്ലാഹു അവിടെ പറയുന്നത്? അവലം യറൗ ഇല ത്വയ്രി, അവര് പറക്കുന്നവയെ നോക്കുന്നില്ലേ, കാണുന്നില്ലേ? ഫൗഖഹു എന്ന് പറഞ്ഞോ? അവരുടെ മീതെ ഇല്ല. സ്വാഫാത്തിൻ വയഖ്ബിദ്ന എന്നുണ്ടോ? അതുമില്ല. മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. മുസഖറാത്തിൻ, കൺട്രോൾ ചെയ്യപ്പെട്ടത്. കൺട്രോൾ ചെയ്യപ്പെട്ട തസ്ഖീർ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്നല്ലാഹു ചൊല്ലാൻ പഠിപ്പിച്ചത് വാഹനം കയറുമ്പോഴാണ്, അല്ലേ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. സുബ്ഹാന സഖറ ലനാ അല്ലദീ സഖറ ലനാ, ഞങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാൻ ഒതുക്കി തന്ന പടച്ചവനെ. ഇനി നോക്കുക, അവലം യറൗ ഇല ത്വയ്രി, ഇത് ഫ്ലൈറ്റിനെ കുറിച്ചാണെന്നാ പറയുന്നത്. അവലം യറൗ ഇല ത്വയ്രി, പറക്കുന്നവയെ അവരെ കാണുന്നില്ലേ? മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെട്ടത്. റഡാർ സംവിധാനങ്ങൾ കൊണ്ടും അല്ലാതെയും കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവ. ചിറക് വിടർത്തി കൂട്ടിയെന്നല്ല. മുസഖറാത്തിൻ, റഡാർ സംവിധാനത്തിന്റെ കണക്ഷൻ വിട്ടുപോയാൽ ഫ്ലൈറ്റുകൾ വഴിതെറ്റിപ്പോകും, ലാൻഡ് ചെയ്യാൻ പറ്റൂല. തസ്ഖീർ ചെയ്യപ്പെട്ട് മനുഷ്യർക്ക് സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ ആകാശത്ത് കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവയെ കാണുന്നില്ലേ? മാ യുംസികുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നത് ഇല്ല റഹ്മാൻ എന്നല്ല ഇവിടെ പറഞ്ഞത്. എന്താ? ഇല്ലല്ലാഹ്, അല്ലാഹു ആണ് ആ പറവകളെ പിടിച്ചു നിർത്തുന്നത്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനും ഇല്ലാത്തതിനെയും പറയുമ്പോഴാ അല്ലാഹ് എന്ന് പ്രയോഗിക്കുക. ജീവനുള്ളതിനോട് പറയുമ്പോഴാ റഹ്മാൻ, കാരുണ്യവാൻ. പറവകൾ ജീവികളാണ്, അവരോട് കാരുണ്യവാനാ അവരെ പിടിച്ചു നിർത്തുന്നത്. ആകാശത്ത് പറക്കുന്ന, പൈലറ്റ് ഇല്ലാതെ പറക്കുന്ന, റഡാർ കൊണ്ട് സംവിധാനിക്കപ്പെട്ട, കൺട്രോൾ ചെയ്യപ്പെട്ട പൈലറ്റ്ലെസ് വിമാനങ്ങളുണ്ട്. വിമാനം അലൂമിനിയമാണ്, ഇരുമ്പാണ്, മറ്റു ലോഹങ്ങളാണ്. മനുഷ്യന്മാരകത്തുണ്ടായിട്ടും ഇല്ലാതെയും പറക്കുന്ന വിമാനങ്ങളുണ്ട്.
മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. ഈ ഇരുമ്പിൻ കഷ്ണങ്ങളെ, അലൂമിനിയം കഷ്ണങ്ങളെ ആകാശത്തെ പിടിച്ചു നിർത്തുന്നത് അവനാണ്. അതിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെ സംരക്ഷിക്കുന്നതും അല്ലാഹുവാണ്. ഈ രണ്ടും ഉൾക്കൊള്ളിക്കാനാണ് റഹ്മാൻ എന്ന് പറയാതെ അല്ലാഹ് എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, ഇത് അത്ഭുതമാണെന്നും കൂടെ പറയുന്നു അല്ലാഹു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. ഈമാനുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക്, അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇനിയിപ്പോ ഫ്ലൈറ്റ് എന്ന് മനസ്സിലാക്കാതെ അർത്ഥം വെച്ചാൽ ഇത് പറവാന്ന് അർത്ഥം വെക്കാം, ബേർഡ്സ് എന്ന് അർത്ഥം വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് വിമാനത്തെ സംബന്ധിച്ചുള്ള സൂചനകളാണ്. ഇങ്ങനെ പറക്കുന്നവയുണ്ട്. ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. പക്ഷിയെ പറ്റി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? സൂറത്ത് തബാറക്കയിൽ ഫൗഖഹും, നിങ്ങളുടെ തലന്റെ മീതെയായി ഇവർ പറക്കുന്നത്. പക്ഷികൾ അങ്ങനെയല്ലേ പറക്കുന്നത്? നിങ്ങളുടെ തലന്റെ മീതെ. വിമാനത്തെ പറ്റി പറഞ്ഞു ഫീ ജൗവിസ് സമാ, ഭൂമിയിൽ നിന്ന് 40,000 50,000 അടി ഉയരത്തിലാണ് ഫ്ലൈറ്റ് പറക്കുന്നത്. 40,000, 40,000 ഫീറ്റ്, 35,000 ഫീറ്റ്, 60,000 ഫീറ്റ് ഹൈറ്റിലാണ് പറക്കുന്നത്. ഇങ്ങനെയൊക്കെ സംവിധാനിച്ച പടച്ചവനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? 20-ാം നൂറ്റാണ്ടിനോട് ഖുർആൻ സംസാരിക്കുകയാണ്, 21-ാം നൂറ്റാണ്ടിനോട് ഖുർആൻ സംസാരിക്കുകയാണ്. ഇങ്ങനെ നോക്കിയാൽ അത്ഭുതങ്ങളുടെ കലവറകളാണ്. അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് തരട്ടെ. ഈ കലാം സംഭവിക്കാൻ പോകുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഇനി പറയാൻ പോവാണ്. പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. അന്ത്യനാളിനോടടുക്കുമ്പോൾ അള്ളാഹു ചെയ്യുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ, വലിയ അത്ഭുതങ്ങൾ. ഖുർആൻ തന്നെ പറയുന്നു, വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ ജലം കരയിലേക്ക് കയറാൻ പോകുന്നുണ്ട്. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ ജലം കരയിലേക്ക് ഒഴുകും. സീ ലെവൽ ഉയരും. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ചർച്ച എന്താ? ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് ഏറ്റവും വലിയ ആഗോള താപനം. ആഗോള താപനം എന്നത് വാർമിംഗ് ശരിക്കൊരു വാർണിംഗ് ആണ്. ഇത് അള്ളാഹുവിന്റെ വാർണിംഗ് ആണ്, താക്കീതാണെന്നാണ്. ഐസുമലകൾ കാണാനില്ല, ഐസുമലകൾ കാണാനില്ല. ഗ്രീൻലാൻഡിലെയും പസഫിക്കിന്റെ ഭാഗങ്ങളിൽ കിടക്കുന്ന എത്രയോ ഐസിന്റെ മലകൾക്ക് അഡ്രസ് ഇല്ല. എവിടെ പോയി? മെൽറ്റായി പോയിരിക്കുകയാണ്. പോളാർ റീജിയനുകളിൽ, സൂര്യൻ ഉദിക്കാത്ത പ്രദേശങ്ങളിൽ കിടക്കുന്ന എത്രയോ മലകൾ ഇന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഐസിന്റെ മലകൾ. സയന്റിസ്റ്റുകളല്ലേ പറയുന്നത്. എന്താ കാരണം? ചൂട് കൂടിയിട്ട് അവയൊക്കെ ഉരുകി ഒലിച്ച് വെള്ളത്തിലേക്ക് അലിയുകയാണ്. അങ്ങനെ ഗ്രീൻലാൻഡിൽ മാത്രമുള്ള ഐസുമലകളെങ്ങാനും വെള്ളമായി അലിഞ്ഞ് കടലിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ ലോകത്തെ സമുദ്രജലം 6 മീറ്ററോളം ഉയർത്താൻ മാത്രമുള്ള ഐസിന്റെ മലകൾ ഗ്രീൻലാൻഡിൽ അല്ലാഹു കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന കടലോര പ്രദേശങ്ങൾ, സർവമാന ലോകത്തിന്റെ സീപോർട്ടുകളും വെള്ളത്തിനടിയിലായി പോകും. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ ജലം കരയിലേക്ക് ഒഴുകാൻ പോകുന്നുണ്ട്. അത് അന്ത്യനാളിന്റെ മുമ്പ് സംഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ കടൽ ജലം ഉയരാനുള്ള സാധ്യതയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു ഐസുമലകളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഐസുമലൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ കടലിൽ ജലത്തിന്റെ നിരപ്പ് ഉയരാൻ തുടങ്ങും. എന്തിന് 6 മീറ്റർ? 1 മീറ്റർ ഉയർന്നാൽ ലോകത്തെ ഒട്ടുമിക്ക സീപോർട്ടുകളും വെള്ളത്തിനടിയില്ല. 2-3 ഉയർന്നാൽ കഴിഞ്ഞു. പിന്നെ ഒരു കപ്പലിനും സീപോർട്ടിലേക്ക് സാധനം ഇറക്കാൻ പറ്റൂല, വെള്ളത്തിലായി പോകും. എവിടൊക്കെ ഏത് മുനിസിപ്പാലിറ്റിക്ക് വെള്ളം അടിച്ചൊഴിവാക്കാൻ പറ്റുക? അള്ളാന്റെ കടൽ ഇങ്ങോട്ട് വന്നാൽ ഫുജ്ജിറത്. ഇത് ഖുർആൻ പറയുന്ന അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യനും ചന്ദ്രനും വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രന് സഞ്ചരിക്കാനുള്ള ഭ്രമണപഥം നിശ്ചയിച്ചു കൊടുത്ത അല്ലാഹു ഈ ചന്ദ്രന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോവുകയും അതിന്റെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത് ഉണങ്ങിയ ഈത്തപ്പന കുല പോലെ പൊടിപൊടിയാകാൻ പോകുന്നു.
സൂര്യൻ അതിന് നിശ്ചയിക്കപ്പെട്ട അവസാനത്തെ ഊഴം വരെ സഞ്ചരിക്കാൻ പോകുന്നുണ്ട്. സൂര്യനും ഒരു ഡാർക്ക് മാറ്ററായി മാറാൻ പോവുകയാണ്. വെളിച്ചമില്ലാതെ പ്രഭയില്ലാതെ പൊലിഞ്ഞു പോകും. فإذا برق البصر وخسف القمر وجمع الشمس والقمر. അന്ത്യനാളിനെ കുറിച്ച് ഖുർആനിന്റെ പ്രഖ്യാപനമാണിത്. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ മനുഷ്യന്റെ കണ്ണുകൾക്ക് നോക്കി കാണാൻ കഴിയാത്ത വിധം കണ്ണിന്റെ പ്രഭ പോലും നഷ്ടപ്പെടുമ്പോൾ ഭൂമിയും സൂര്യനും അടുത്തുവരെ വന്നുകൊണ്ടിരിക്കുകയാണ്, അടുക്കുകയാണ്. ഇതിന്റെ ഭാഗമാണ് നമ്മുടെ താപനം അനുഭവിക്കുന്നത്. ഭൂമിയുടെ റൊട്ടേഷനിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങൾ അല്ലാഹു തആല ഞൊടിയിടയിൽ വർദ്ധിപ്പിക്കുകയും, ഭൂമിയുടെ സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ. ചന്ദ്രനും ഭൂമിയും അടുത്തു വന്നാൽ ഭൂമി ചന്ദ്രനെ പിടിച്ചു വലിക്കും. ചന്ദ്രനെ പിടിച്ചു വലിച്ചാൽ ചന്ദ്രൻ പൊടിപൊടിയായി ധൂളിയായി ഭൂമിക്ക് ചുറ്റും പറക്കും. ഏതുപോലെ ശനിഗ്രഹത്തിന്റെ ചിത്രം നോക്കിയാൽ ഒരു വട്ടം കാണാൻ പറ്റും ശനിക്ക് ചുറ്റും. അത് ശനിഗ്രഹത്തിന്റെ ഉപഗ്രഹമായിരുന്നു. പിടിച്ചു വലിച്ചതാ ഗ്രാവിറ്റി കൊണ്ട്. പൊടിയായി, അങ്ങനെ പൊടിയായി ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ധൂളിയായി പറക്കാൻ തുടങ്ങും. ഈ ധൂളിയോടുകൂടെ സൂര്യനിലേക്ക് ഭൂമി അടുത്താൽ സൂര്യനാണ് ഭൂമിയേക്കാൾ ഗ്രാവിറ്റി കൂടുതലുള്ളത്, ആകർഷണ ബലം കൂടുതലുള്ളത്. ആദ്യമായി പിടിക്കപ്പെടുന്നത് ആരാണ്? ചന്ദ്രനാണ്. ചന്ദ്രൻ പൊടിയാണ്. ഈ പൊടി സൂര്യനിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. സൂര്യനും ചന്ദ്രനും പിന്നെ ഒന്നാകും. ശുദ്ധ ഖുർആൻ. ഇത് നടക്കാൻ പോകുന്ന സംഗതികളാണ്. നടന്നു കഴിഞ്ഞവയുണ്ട്, നടക്കാൻ പോകുന്നവയുണ്ട്. വലിയ അത്ഭുതമാണ്. ചന്ദ്രനിൽ പിളർപ്പുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. പിളർപ്പ്, ചന്ദ്രനിൽ പിളർപ്പ് സംഭവിച്ചത് അതറിഞ്ഞിട്ട് മുസ്ലിമായ ആളുകളുണ്ട്. ഡേവിഡ് മൂസയെ പോലെ, ഡേവിഡ് മൂസ പിറ്റ്കോക്ക് ബ്രിട്ടീഷുകാരനാണ്. അയാൾ മുസ്ലിമാവാൻ തന്നെ കാരണം ചന്ദ്രൻ പിളർന്നു എന്നുള്ള ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. ലോകാവസാനം അടുത്തു വന്നിട്ടുണ്ട്. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്. ചന്ദ്രൻ പിളർന്ന് എവിടെയാ? അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കാലത്ത് മക്കയിലാണ് നടന്നത്. ഖുറൈശികൾ ചോദിച്ചതാ, മുഹമ്മദ് നബിയെ, നിങ്ങളുടെ പടച്ചവൻ വല്ലാത്ത കഴിവുള്ള ദൈവം തമ്പുരാനാണെങ്കിൽ ഇക്കാണുന്ന ചന്ദ്രനെ 2 ഭാഗമാക്കി പൊളിയാക്കി കാണിച്ചു തരാമോ? പൂർണ്ണചന്ദ്രനെ നോക്കി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അത് കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, തീർച്ചയായും. യാ അല്ലാഹ്, എന്റെ സമൂഹം പറയുന്നുണ്ട്, പടച്ചവനെ, ഈ ചന്ദ്രന് നീ 2ആയി കാണിച്ചു കൊടുത്താൽ അവർ നിന്നിൽ വിശ്വസിക്കാമെന്ന്. 2 ഫിൽഖത്തുകളായി കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. സ്വഹാബികൾ പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ ചന്ദ്രൻ 2 പിളർപ്പായി, ഒന്നൊരു മലയുടെ മുകളിലും മറ്റൊന്ന് ജബൽ അബീ ഖുബൈസിന്റെ മുകളിലും എന്ന പോലെ തോന്നുമാർ 2 ഭാഗമായി മാറി നിൽക്കുന്നത്. ചന്ദ്രൻ മക്കയിലേക്ക് ഇറങ്ങിയതല്ലേ? ആകാശത്തുള്ള ചന്ദ്രനെ 2 പാതിയായി ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഖുർആനല്ലേ പറയുന്നത്, ഇഖ്തറബത്തിസ് സാഅ, അന്ത്യനാൾ വന്നെത്തുന്നതിന്റെ അടയാളങ്ങളിലുണ്ട്. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളരുന്നത്. ചന്ദ്രൻ പിളർന്നു. അന്ന് ബ്രിട്ടീഷുകാർ ഒരു ലൈവ് പ്രോഗ്രാം UK-യിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. സയന്റിസ്റ്റുകളുടെ ഡിബേറ്റ്, അമേരിക്കൻ സയന്റിസ്റ്റുകളും ബ്രിട്ടീഷ് സയന്റിസ്റ്റുകളും തമ്മിലുള്ള ഡിബേറ്റ്. ഡേവിഡ് മൂസ പിറ്റ്കോക്ക്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹം മുസ്ലിമാണ്. ഇപ്പോ ഡേവിഡ് മൂസ പിറ്റ്കോക്ക്, അദ്ദേഹം മുസ്ലിമാണ്. മുസ്ലിമാണുള്ള കാരണം പറഞ്ഞ എന്താണെന്നറിയോ? അന്ന് അദ്ദേഹം ലൈവ് TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചർച്ച അമേരിക്കൻ സയന്റിസ്റ്റുകളും ബ്രിട്ടീഷുകാരെ ചോദിച്ചു, പൊന്നാര അമേരിക്ക, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ഡോളർ പൊടിച്ചിട്ട് നിങ്ങൾ ചന്ദ്രനിലേക്ക് പോയി അല്ലേ? എന്താ മനുഷ്യ സമൂഹത്തിന് കിട്ടിയത്? നിങ്ങൾ കുറച്ച് കല്ലുകളുമായി വന്നു. ചന്ദ്രനിലെ കുറച്ച് കല്ലുകൾ എന്നല്ലാതെ എന്ത് നേട്ടമാണ് നിങ്ങൾ ചെയ്തത് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ചോദിച്ചു. അമേരിക്കൻ സയന്റിസ്റ്റുകൾ ഒന്നും പറഞ്ഞില്ല. ഇവർ പിന്നെ കയറി പിടിച്ച് പറയാൻ തുടങ്ങി, എന്ത് നേട്ടമാണ് നിങ്ങളെ കൊണ്ടുണ്ടായി? ബില്യൺ കണക്കിന് ഡോളർ പിടിച്ചിട്ടേ കുറച്ച് പാറക്കല്ല് കൊണ്ടുവരാൻ നിങ്ങൾ പോയത്? അപ്പൊ അവർ മറുപടി പറഞ്ഞു, ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അന്ന് ഇയാൾ മുസ്ലിമല്ല. അന്ന് അമേരിക്കക്കാര് പറഞ്ഞു,
ഞങ്ങൾ പോയത് മറ്റൊരു ദൗത്യത്തിനായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ചന്ദ്രനിലെ ചില മലകൾ, ഇങ്ങനെ നിൽക്കേണ്ട മലകൾ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. മലയുടെ എൻഡുകൾ ഒരുമിച്ച് കൂടിച്ചേരാതെ നേർപകുതിയിൽ കട്ടായി പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഒന്നാകെ ചന്ദ്രന്റെ ചുറ്റും ഇത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ ഒരു സാധനം when you cut open എന്നിട്ട് അത് കൂടിച്ചേർക്കുമ്പോ അത് ഒരേപോലെ നിൽക്കേണ്ടതിന് പകരം ഒരൽപ്പം ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാനാ ഞങ്ങൾ ശരിക്കും പോയത്. അത് പഠിക്കാൻ വേണ്ടി പോയതാണ്. ചന്ദ്രൻ രണ്ട് കഷ്ണമാക്കപ്പെട്ടതുപോലെ തോന്നുന്നുവല്ലോ. കാരണം മലകളുടെ എൻഡുകൾ നിൽക്കുന്നത് ഒരേപോലെയല്ല, ഒന്ന് മറ്റൊന്നിലേക്ക് ഒരൽപ്പം മാറിയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ചന്ദ്രന്റെ ചുറ്റും ഞങ്ങൾ കണ്ടു. അതിന്റെ സത്യാവസ്ഥ പഠിക്കാനാണ് ചന്ദ്രനിലേക്ക് ഞങ്ങൾ യാത്ര പോയത്. ഇത് പറഞ്ഞപ്പോഴാ ഡേവിഡ് മൂസ പിറ്റ്കോക്ക് എന്ന ഖുർആനിന്റെ പരിഭാഷ വായിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഇതത്ഭുതം, ഇതത്ഭുതം. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. ചന്ദ്രൻ പിളർന്നിരിക്കുന്നു, ലോകാവസാനം അടുത്തിരിക്കുന്നു. ചന്ദ്രൻ പിളർന്നു. ആ പിളർപ്പിനെ കുറിച്ചാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. ആ നേരം പറഞ്ഞ വാക്കാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബ്രിട്ടീഷുകാരനായ ബുദ്ധിജീവി ഡേവിഡ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഡേവിഡ് മൂസയായത് ഇന്ന് മുസ്ലിമാ. തന്റെ ബയോഗ്രഫിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തന്റെ മുസ്ലിമാവാനുള്ള കാരണം അന്വേഷിച്ചാന്ന് മനസ്സിലാവും. ലോകാവസാനത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഈ മഹാത്ഭുതങ്ങളൊക്കെ നടക്കുന്നതിന്റെ മുമ്പ് ലോകത്ത് വരാനുണ്ട് മസീഹുദ് ദജ്ജാൽ. ലോകത്ത് വരുന്നുണ്ട് ദാബത്തുൽ അർള്. അത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നുണ്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത്. തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? അള്ളാഹു ഭൂമിയെ കറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഅബയെ തവാഫ് ചെയ്യുന്ന പോലെയാണ്. ആ റൊട്ടേഷനെ തിരിച്ചു വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറ്. ഇന്ന് ഭൂമി കറങ്ങുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എന്ന പോലെ ഇങ്ങനെ കറങ്ങുന്നത്. അത് അള്ളാഹു ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ, ഇങ്ങോട്ട് കറങ്ങാൻ പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് പിന്നെ പടിഞ്ഞാറാണ്. അത്ര ഈസിയാണത്. ഭൂമി ഇങ്ങനെ കറങ്ങുന്നത്, അതിനോട് ഇങ്ങനെ കറങ്ങാൻ പറഞ്ഞാൽ ഭൂമി സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറായിരിക്കും. നമ്മളോട് കഅബയെ തവാഫ് ചെയ്യാൻ പറഞ്ഞത് എങ്ങനെ? കഅബയെ ഇടത്താക്കി മനുഷ്യന്റെ ഹൃദയം കിടക്കുന്നത് എവിടെയാ? ഇടതുഭാഗത്താണ്. നമ്മുടെ കൽബ്, ഹൃദയഭാഗം എവിടെയാണ്? കൽബ് കിടക്കുന്നത്, ഹൃദയം കിടക്കുന്നത് നെഞ്ചിന്റെ ഇടതുഭാഗം. ആ കൽബ് കഅബാലയത്തിലേക്ക് വെച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് എന്ന പരിശുദ്ധമായ കല്ലിനെ സാക്ഷി നിർത്തി അവിടുന്ന് തുടങ്ങണം തവാഫ്. 7 റൗണ്ട്. 7 റൗണ്ട്. 7 എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട. ദിവസങ്ങൾ 7ആണ്. ഒരാഴ്ചയിൽ പ്രകാശത്തിന്റെ വർണ്ണങ്ങൾ 7 എണ്ണമാണ്. വിബ്ജർ 7. ആകാശം 7ആണ്. 7 ആകാശങ്ങൾ. ഭൂമിയുടെ ലെവലുകൾ 7 എണ്ണമാണ്. 7 വലിയൊരു അത്ഭുതമുള്ള അക്കമാണ് ഖുർആനിൽ. അത്ഭുതമുള്ള അക്കമാണ്. സബ്ഉൽ മഹാനി ആവർത്തിക്കപ്പെടുന്ന 7 സൂറത്തുൽ ഫാത്തിഹ. ഭയങ്കര അത്ഭുതമാണ്. 7 റൗണ്ട് ചുറ്റണം. ആ ചുറ്റുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. ആ ചുറ്റുന്ന പോലെയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്, ഇടത്തുനിന്ന് വലത്തോട്ട് കറങ്ങുന്നത്. കഅബം തവാഫ് ചെയ്യാൻ പറഞ്ഞത് വലിയൊരു അത്ഭുതമുള്ള രീതിയാണ്. ഭൂമി കറങ്ങുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നുണ്ട്. കാരണം ഭൂമിയുടെ ഉപഗ്രഹമല്ലേ, സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ. ചന്ദ്രൻ കറങ്ങുന്നത് എങ്ങനെയാ? നമ്മൾ ഈ കഅബം തവാഫ് ചെയ്യുന്ന പോലെയാണ്. ഇടത്തുനിന്ന് വലത്തോട്ടാ. ഇടത്തുനിന്ന് വലത്തോട്ട്. ഭൂമി സൂര്യനെ ലക്ഷ്യമാക്കി കറങ്ങുന്നുണ്ട്. അങ്ങനെ സൂര്യന് ചുറ്റും ഒരു കറക്കം നമ്മുടെ ഭൂമി പൂർത്തിയാക്കുന്നത് 365 ദിവസം കൊണ്ട്. ആ ഒരു കറക്കം ഭൂമി കറങ്ങുന്നത് കഅബയെ നമ്മൾ തവാഫ് ചെയ്യുന്ന പോലെ സൂര്യനെ ഇടതാക്കിയിട്ട് ഇടത്തുനിന്ന് വലത്തോട്ടാണ് ഭൂമിയുടെ കറക്കം. സൂര്യൻ അതിന്റെ സർവ്വഗോളങ്ങളെയും കൊണ്ട് മിൽക്കി വേയുടെ മധ്യത്തെ ലക്ഷ്യമാക്കി സൂര്യൻ കറങ്ങുന്നുണ്ട്, ഇടത്തുനിന്ന് വലത്തോട്ട്. ഗാലക്സികൾ സ്വയം കറങ്ങുന്നുണ്ട്, ഇടത്തുനിന്ന് വലത്തോട്ട്. ചെലന്തി വല കെട്ടുന്നത് പോലും ഇടത്തുനിന്ന് വലത്തോട്ടാ. ഇത് അല്ലാഹുവിന്റെ സിസ്റ്റമാണ്. അള്ളാന്റെ സിസ്റ്റം ഭയങ്കര അത്ഭുതമല്ലേ ഇത്?
ഭൂമി കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞൊരു അത്ഭുതം കൂടെ പറയട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതറൽ അർള വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ وهي تمر مر السحاب صنع الله الذي أتقن كل شيء. ഭൂമി തിരിയുന്നുണ്ടെന്നാ ഖുർആൻ പറയുന്നത്. നമുക്ക് തോന്നുന്നുണ്ടോ ഭൂമി കറങ്ങുന്നുണ്ട്? നമ്മളിപ്പോ എത്ര സ്പീഡിലാണ് ഓടുന്നറിയോ? നമ്മുടെ ഭൂമി അള്ളാന്റെ വായുവിൽ, ഈ സ്പേസിൽ നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് ഓടുന്ന സ്പീഡ് എത്രയാണെന്നറിയോ? ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ വേഗതയിൽ നമ്മളും പള്ളിയും പന്തലൊക്കെ അടക്കം പോകുന്നുണ്ട്. വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ 1,08,000 സ്പീഡിൽ നമ്മുടെ ഭൂമി കറങ്ങിയാലേ അടുത്ത ജനുവരി 1 ആവുള്ളൂ. 365 ദിവസം. അത് പൂർത്തിയാവുന്നത് 1,08,000 കിലോമീറ്റർ സ്പീഡിൽ പെർ അവർ. ഭൂമി സൂര്യന് ചുറ്റുമുള്ള കറക്കമാണ്. ആ റൗണ്ട് പൂർത്തിയാകുമ്പോഴാ ഒരു കൊല്ലമായി നമ്മൾ പറയാം. ആ പോക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. വല്ലതും അറിയുന്നുണ്ടോ? ഒരു ട്രെയിൻ പോയാൽ അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുമോ? കൊടുങ്കാറ്റല്ലേ. സൂര്യന്റെ ചുറ്റും ഭൂമി ഇത്ര സ്പീഡിൽ പോയിട്ട് വല്ല കൊടുങ്കാറ്റും ഭൂമിന്റെ അന്തരീക്ഷത്തെ വല്ല കാറ്റും അറിയുന്നുണ്ടോ? വല്ല ബുദ്ധിമുട്ട് അറിയുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഈ അന്തരീക്ഷത്തിൽ ഒന്നും അറിയുന്നില്ല. ഖുർആൻ പറയുന്നു, നോക്കൂ. വതറൽ ജിബാല, പർവ്വതങ്ങളെ നിങ്ങൾ നോക്കുമ്പോൾ നബിയേ, തഹ്സബുഹാ ജാമിദ, അത് അനങ്ങാതെ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഖുർആൻ നോക്കുക, നിങ്ങൾക്ക് തോന്നും അനങ്ങണില്ല. തഹ്സബുഹാ ജാമിദ വഹിയ തമുറു, ഈ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. മർറസ്സഹാബ്, മേഘങ്ങൾ കറങ്ങുന്ന പോലെ, മേഘങ്ങൾ സഞ്ചരിക്കുന്ന പോലെ പർവ്വതങ്ങളും സഞ്ചരിക്കുന്നുണ്ട് നബിയേ. സുൻഅല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്, അല്ലാഹുവിന്റെ സംവിധാനമാണ്. അല്ലദീ അത്ഖന കുല്ല ഷൈഇൻ, എല്ലാറ്റിന്റെയും ക്രിയേഷൻ പെർഫെക്റ്റ് ആയി ചെയ്തവനാണ് അല്ലാഹു. അതുകൊണ്ട് നബിയെ, അനങ്ങുന്നില്ല എന്ന് മനുഷ്യർക്ക് തോന്നും. ഇവ അനങ്ങുന്നുണ്ട്. ഏതുപോലെ? മേഘം സഞ്ചരിക്കുന്ന പോലെ. ഒരു പർവ്വതവും പാണത്തൂര ഒരു മലയും ഇങ്ങോട്ട് ഏഴിമലയിലേക്കോ ഏഴിമലയിലെ പർവ്വതം മംഗലാപുരത്തേക്കോ മാറിയിട്ടില്ല. ഇത് സഞ്ചരിക്കുന്നുണ്ടെന്നുള്ള പറയും ചെയ്യാ. ഏതുപോലെ? മേഘം പോലെ. എന്താണ് പറഞ്ഞത്? മേഘം ഒറ്റക്കാണോ പോകുന്നത്? അല്ല. മേഘത്തെ ആര് തള്ളിവിടണം? കാറ്റ് തള്ളിവിടണം. അപ്പൊ മേഘം പോകും. അപ്പൊ കാറ്റ് കൊണ്ട് മേഘം പോകുന്ന പോലെ ഭൂമിയുടെ സ്വയം കറക്കം കൊണ്ട്, ഭൂമിയുടെ അനക്കം കൊണ്ട്, അതിനനുപാതികമായി പർവ്വതം ഭൂമിയോടൊപ്പം കറങ്ങുന്നുണ്ട്. പർവ്വതം ഒറ്റക്ക് നടക്കുന്നതല്ല, ആരോ കൊണ്ടുപോകുന്നുണ്ട്. മേഘത്തെ കാറ്റ് കൊണ്ടുപോകുന്ന പോലെ. അല്ലാഹു ഉദാഹരണം വെച്ച് നോക്കൂ. എന്നിട്ട് പറയാൻ, ആ 1,08,000 കിലോമീറ്റർ പെർ അവർ, മണിക്കൂറിലെ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേദ പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ 1 മണിക്കൂറായി. ഭൂമിയോടൊപ്പം നമ്മൾ 1,08,000 കിലോമീറ്റർ അള്ളാഹിന്റെ അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞു. 1,08,000 കിലോമീറ്റർ. നമ്മൾ അറിയുന്നുണ്ടോ? മനുഷ്യന് കഥയെന്ന് കണ്ടു. നമ്മൾ 5 സെന്റ് ഭൂമിക്ക് വേണ്ടി തർക്കിച്ചിരിക്കുക. അള്ളാഹിന്റെ ഭൂമിയിലെ മഹാത്ഭുതങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ? ഈ ലോകത്തിന്റെ അത്ഭുതങ്ങൾ. വല്ല പ്രയാസം നമ്മൾ അറിയുന്നുണ്ടോ? ഭൂമിയിൽ ഇത്ര സ്പീഡിൽ സാധനം പോയാൽ എന്തൊരു കൊടുങ്കാറ്റായിരിക്കും. പക്ഷെ അന്തരീക്ഷത്തിൽ ഒന്നും സംഭവിക്കണില്ല. യാ അല്ലാഹ്. അങ്ങനെ പ്രപഞ്ചത്തെ കറക്കുന്ന അല്ലാഹു തആല, ഭൂമിയെ സഞ്ചരിപ്പിക്കുന്ന അല്ലാഹു, അന്ത്യനാളിനോടടുക്കുമ്പോൾ ഭൂമിയുടെ ഇടത്തുനിന്ന് വലത്തോട്ടുള്ള കറക്കം, നമ്മൾ കഅബ തവാഫ് ചെയ്യുന്ന കറക്കം, നമ്മൾ സഈ ചെയ്യുന്നത് പോലും അങ്ങനെയാണ്. സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക്. ശരിക്കും ചിന്തിച്ചാൽ ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ തിരിയുന്ന പോലെ സഫീൻ തുടങ്ങി മർവയിലേക്ക് അവസാനിക്കുന്ന സഈ, സഫാ മർവന്റെ ഇടയിലെ നടത്തം പോലും കഅബ ചുറ്റുന്ന പോലെയാണ്. ഇടത്തുനിന്ന് വലത്തോട്ട് ാണ്. ഓരോ ആറ്റത്തിന്റെ ഉള്ളിലും, സയൻസ് പഠിക്കുന്ന മക്കൾ മനസ്സിലാക്കണം, ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അതിന്റെ ഓർബിറ്റിലൂടെ കറങ്ങുന്നുണ്ട്. അവിടെ ബോറോയിങ് ലെഞ്ചിങ് നടക്കുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ കേന്ദ്രമാക്കി കറങ്ങുന്നത് കഅബ തവാഫ് ചെയ്യുന്ന പോലെയാണ്. ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ഇതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്.
ഈ കറക്കം യൂണിവേഴ്സലാണ്. അള്ളാഹു നമുക്ക് തെരഞ്ഞെടുത്ത ഇബാദത്തും അങ്ങനെ തന്നെ. ആ ഭൂമിയോട് അള്ളാഹു ഇടത്ത് നിന്ന് വലത്തോട്ട് തിരിയുന്ന ഭൂമിയോട് വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ പിന്നെ സൂര്യോദയം കാണുന്നത് പടിഞ്ഞാറായിരിക്കും. അത് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ചത് ഇസ്ലാമാണ്, മുസ്ലിമീങ്ങളാണ്. പരിശുദ്ധ ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുലൂഉശ് ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന അത്ഭുതം നടക്കും. അത് കണ്ടാൽ എല്ലാ അമുസ്ലിമും മുസ്ലിമാവാൻ നോക്കും. കാരണം ഈ പറഞ്ഞതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇങ്ങനെ ഒരു പ്രവചനം നടത്തി പുലർന്നത് ഏത് മതത്തിന് പറയാനുണ്ട്? തുലൂഉശ് ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും അത് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യക്കാർക്ക് ഉദിച്ചാലും മതി. ഇപ്പോ എല്ലാവർക്കും ഉദിക്കണ്ട, ഒരൊറ്റ രാജ്യക്കാർക്ക് മതി. അമേരിക്കയിൽ ഉദിച്ചോ അല്ലെങ്കിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഉദിച്ചോ, അപ്പോഴേക്കപ്പോഴേ ന്യൂസ് അവർ വന്നില്ലേ, ഹോട്ട് ന്യൂസ്. കൂട്ടരെ, ഈസ്റ്റേൺ രാജ്യക്കാരെ പുറപ്പെട്ട് ഉറങ്ങിക്കോളൂ, നിങ്ങൾക്കിന്ന് പകലില്ല, ഞങ്ങൾക്ക് ഇവിടെ ഉദിച്ചു കഴിഞ്ഞു, സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിച്ചു. സർവ്വ ന്യൂസുകളും വരും അല്ലെ, ഹോട്ട് ന്യൂസ് അതായിരിക്കും. എക്സ്ക്ലൂസീവ് ന്യൂസുകൾ അതാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ചർച്ച അതായിരിക്കും. അര ദിവസം ഉണ്ടാവുള്ളൂ, അര ദിവസം, ഹാഫ് ഡേ. അത് കഴിഞ്ഞ സൂര്യൻ അവിടെ തന്നെ അസ്തമിക്കും, പിന്നെ കിഴക്ക് ഉദിക്കുകയും ചെയ്യുന്ന. ഇത് കണ്ടാൽ ഒരുപാട് ആളുകൾ മുസ്ലിമാകുന്നതാണ്, ഒരുപാട് ആളുകൾ മുസ്ലിമാകും. കാരണം ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതേ, ഇത് കണ്ടിട്ടൊന്നും മുസ്ലിം ആവേണ്ട ഗതികേട് വേണ്ട, ഇത് കണ്ടിട്ട് നിങ്ങൾ മുസ്ലിം ആവണ്ട. لا تنفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. അതുവരെ മുസ്ലിമാവാത്തവർക്ക് പിന്നെ ഇസ്ലാമായിട്ട് കാര്യമില്ല. അതുവരെ വഴിതെറ്റി നടന്നിട്ട് പിന്നെ ആ ഒരു സംഭവം നടക്കുമ്പോഴേക്കും ഞാൻ നന്നാവട്ടെ പടച്ചോനെ, എനിക്ക് മരിക്കണം, എനിക്ക് ആഖിറം, എന്റെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ, നരകം, സ്വർഗം, ഇതൊന്നും പിന്നെ ചിന്തിച്ചിട്ട് അള്ളാഹു സ്വീകരിക്കൂല, അള്ളാഹു സ്വീകരിക്കൂല. എന്തേന്നറിയോ? പടച്ച തമ്പുരാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന എല്ലാരും വിശ്വസിക്കൂലേ? ഇതെന്തിന്റെ ലോകമാണ്? പരീക്ഷണത്തിന്റെ ലോകമാണ്. ലിനബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഇതങ്ങ് മഹാത്ഭുതം കണ്ടിട്ട് തന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിലെന്ത് അത്ഭുതം? ഇതൊന്നും ഇല്ലാതെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന റിസ്ക് ഭയങ്കരമാണ്. നമ്മൾ ചെയ്യുന്ന റിസ്ക് ഭയങ്കര റിസ്ക് എടുക്കുന്നവരാണ് നമ്മൾ. നാളെ പരലോകത്ത് സ്വർഗ്ഗമുണ്ടെന്ന് വിചാരിച്ച നമ്മൾ കള്ളുടിക്കാത്തത്, നാളെ പരലോകത്ത് സ്വർഗ്ഗമുണ്ടെന്ന് വിചാരിച്ചിട്ടാ വ്യഭിചരിക്കാതിരിക്കുന്നത്, നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ സ്വർഗവും സ്വർഗീയ ആരാമങ്ങളും ഉണ്ടെന്ന് വിചാരിച്ച നമ്മൾ അമുസ്ലിമീങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത്, നമ്മൾ അള്ളാഹനെ സൂക്ഷിക്കുന്നത് ഭയങ്കര റിസ്ക് അല്ലേ? ഭയങ്കര റിസ്ക് അല്ലേ നമ്മൾ എടുക്കുന്നത്? അവിടെ ഉണ്ട് ഇഖ്ബാലൊക്കെ പറഞ്ഞു, ബച്ചാരെ മുസൽമാനോ ഫഖത്ത് വഅദ യഹൂർ. ഇഖ്ബാല പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ്. ഔറോംകെ ഖസാനെ ഹെ മഅമൂർ, ബച്ചാരെ മുസൽമാനോ ഫഖത്ത് വഅദ യഹൂർ. ബർഖ് ഗിർത്തി ഹെ തോ ഗിർത്തി ഹെ ബച്ചാരെ മുസൽമാൻ പർ. എന്ത് അപകടം ഉണ്ടെങ്കിലും മുസ്ലിമിന്റെ തലക്ക്, അമുസ്ലിമീങ്ങളുടെ ഖജനാവുകളൊക്കെ നീ നിറച്ചു കൊടുത്തില്ലേ പടച്ചവനെ? ഓർ ബച്ചാരെ മുസൽമാനോ ഫഖത്ത് വഅദ ഹൂർ. മുസ്ലിമിന് ഹൂറുൽ ഉണ്ട് എന്ന ഒരു വാഗ്ദാനം പടച്ച റബ്ബേ, ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാം കൊടുത്തു, ഇവിടെ തന്നെ ഞങ്ങൾക്ക് തരാമെന്ന് നീ വാഗ്ദാനം ചെയ്തു അല്ലേ എന്ന് ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട് ശിഖ്വയിൽ. ഈ റിസ്ക് എടുക്കുന്നതിന് അല്ലാഹു സ്വർഗ്ഗം തരും. ഇത് വല്ലാത്ത റിസ്ക്കാണ്, ഇത് ഭയങ്കര റിസ്ക് എടുക്കുകയാണ്. നമ്മള് കാണാത്തൊരു ലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഈ റിസ്ക് എടുക്കുന്നതിനാ സ്വർഗം. സ്വർഗം നമ്മൾ 3 ബെഡ്റൂം ഫ്ലാറ്റ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വർഗം ലോകങ്ങളാണ് ഒരാൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത്. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ ഇവരിത് ചെയ്യും. മസീഹു ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. മസീഹു ദജ്ജാൽ എന്ന് പറയുന്ന മനുഷ്യനെ ലോകത്തെ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ. പക്ഷേ നമുക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പോലെ ഒരു നബിയും ഒരു സമൂഹത്തിനും പറഞ്ഞു കൊടുത്തിട്ടില്ല. ജൂതന്മാർ ഇന്ന് ഇസ്രായേൽ എന്ന രാജ്യമുണ്ട്, നമ്മൾ പറഞ്ഞു. ഇസ്രായേൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട്, ഗർഖദ്. ഗർഖദ്, ആ വൃക്ഷത്തിന്റെ പേരെന്നതാ? ഗർഖദ്. ആ വൃക്ഷം നമ്മള് റോഡ് സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കൂലേ?
പാർക്കിലൊക്കെ അതുപോലെ ലക്ഷക്കണക്കിന്. ഡോക്ടർ ഉമർ അബ്ദുൽ കാഫിരിക്ക് പറയേണ്ടായി, എത്രയോ 16 മില്യണോ, ആ ചെറിയ രാജ്യത്തെ 16 മില്യണോളം ഗർഖദ് വൃക്ഷങ്ങൾ അവർ വെച്ചുപിടിപ്പിച്ചു കഴിഞ്ഞു. എന്താ സംഭവം എന്നറിയോ? ലോകത്ത് അവസാന ഒരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കീഴിൽ മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ. അതിൽ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് കിട്ടും. ജൂതന്മാർ അടിയറ പറയും, മുസ്ലിമീങ്ങൾ ജയിക്കും. ആ യുദ്ധം നടക്കുമ്പോ എല്ലാ വൃക്ഷങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി സംസാരിക്കുന്ന കല്ല് പറയും, യാ മുസ്ലിം തആൽ, ഇങ്ങോട്ട് വാ മുസ്ലിമേ, എന്റെ പിന്നിൽ ജൂതൻ ഇരിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയും, ഒറ്റുകൊടുക്കും. ഇല്ലൽ ഗർഖദ, ഗർഖദ് എന്ന വൃക്ഷമല്ലാതെ, ഫഇന്നഹാ മിൻ ഷജരിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരമാണ്, ആ മരം വിളിച്ചു പറയൂല. ഈ മരം മില്യൺ കണക്കിന് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഹദീസിനെക്കാളും വലിയ വിശ്വാസം ജൂതന്മാർക്ക്. അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. അവര് മസീഹുദ് ദജ്ജാലിനെ വിളിക്കുന്ന പേരാണ് ആന്റി ക്രൈസ്റ്റ്. ഈസാ നബിയുടെ എതിരാളി, ഈസാ നബിയുടെ എതിരാളി, ആ വാക്കിന്റെ പേരിനതല്ലേ ആന്റി ക്രൈസ്റ്റ്. ഈസാ നബിയുടെ എതിരാളി ആര് വിളിക്കുന്നു? ജൂതന്മാർ. ക്രിസ്ത്യാനികളും മസീഹുദ് ദജ്ജാലിനെ ഇന്ന് വിളിക്കുന്ന പേരെന്താ? ആന്റി ക്രൈസ്റ്റ് വരാനുണ്ട്. ജൂതന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ആന്റി ക്രൈസ്റ്റ് വന്നാൽ ഞങ്ങൾ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും, ഞങ്ങൾ ജയിച്ചടക്കും. ആന്റി ക്രൈസ്റ്റ് വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, മസീഹുദ് ദജ്ജാൽ ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടാൽ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ആകുന്ന പോലെ, ഉപ്പ് ഉരുകിത്തീരുന്ന പോലെ ഈസാ നബിയെ കണ്ടാൽ ഈ മസീഹുദ് ദജ്ജാൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ ഉരുകിത്തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മസീഹുദ് ദജ്ജാലിനെ വധിക്കുന്നത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബിയാണ്. യഖ്തുലുഹു ഈസാ ഇബ്നു മറിയം, ഈസാ നബി, മറിയമിന്റെ പുത്രൻ ഈസാ നബി മസീഹുദ് ദജ്ജാലിനെ വധിക്കുക തന്നെ ചെയ്യും. എവിടെ വെച്ച്? ബിബാബ് ലുദ്, ലുദ് എന്ന നഗരത്തിന്റെ വാതിൽക്കൽ വെച്ചിട്ട്. ലുദ് ഇന്നത്തെ ഇസ്രായേലിലെ, പലസ്തീനികൾ എന്ന് പിടിച്ചടക്കിയ ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ടെറിറ്ററിയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ലുദ്. ഇസ്രായേലിന്റെ എയർപോർട്ട് കിടക്കുന്ന ഭാഗം ലുദ്ദാണ്. ആ ലുദ്ദിൽ വെച്ചിട്ട് മസീഹുദ് ദജ്ജാലിനെ ഈസാ നബി പിടികൂടാൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി മസീഹുദ് ദജ്ജാലിനെ പിടിക്കുന്ന സ്ഥലം ഇന്ന് ഇസ്രായേലിന്റെ എയർപോർട്ട്. നബി തങ്ങൾ പറഞ്ഞു, അവൻ യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ഈസാ നബിയെ പിടിക്കാൻ. വല്ല ഫ്ലൈറ്റും കയറി പോകാൻ നിൽക്കായിരിക്കും, എമിഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്ന നേരത്തായിരിക്കും ഈസാ നബി പിടിച്ച് കൊണ്ടുവരുന്നത്. ഈ രീതിയിൽ ആധുനികന് മനസ്സിലാകത്തക്ക രീതിയിൽ ഹദീസിന്റെ വചനങ്ങൾ ശരിക്ക് പച്ചയിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ആരാണ് മസീഹുദ് ദജ്ജാൽ? അവനിവിടെ ഉണ്ടോ? എന്താണ് അവന് സംഭവിച്ചത്? എന്താ നമുക്ക് കാണാൻ പറ്റാത്തത്? അവൻ ആരെങ്കിലും കണ്ടവരുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം, ആ ഗോത്രത്തിലെ 30ഓളം ആളുകൾ അവർ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രക്കാരിലുണ്ട് മഹാനായ സുഹാബി തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു. അപ്പോ 30ഓളം വരുന്ന ആളുകൾ, ലഖ്മ ജുദാം എന്ന ഗോത്രത്തിലെ 30ഓളം ആളുകൾ കടലിൽ യാത്ര പോയ ചരിത്രം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. സ്വഹീഹായ ഹദീസ്. ആ യാത്രക്കാരിലുണ്ട് മഹാനായ തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു. തമീമുദ് ദാരിയെ ഓർമ്മ വരണം. ആ സുഹാബിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിർവഹിക്കപ്പെട്ടപ്പോൾ ആ 20 റക്അത്ത് തറാവീഹിന് ഉമർ റളിയല്ലാഹു അൻഹു ഇമാം നിർത്തിയിരുന്ന സുഹാബി. 2 സുഹാബിമാരിൽ ഒരാൾ ഈ സുഹാബിയാണ് തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുസ്ലിം ആവാനുണ്ടായ കാരണമാണ് പറയുന്നത്. ലഹ്മ ജുദാം ഗോത്രത്തിലെ 30ഓളം ആളുകൾ കടലിൽ യാത്ര പോയി. അവരുടെ കപ്പലുകൾ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലെത്തിപ്പെട്ട കഥയാണ് അവർ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു കൊടുത്തു. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഇരിക്കിൻ. നിങ്ങളെ പേടിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നുമല്ല ഞാനിപ്പോൾ വിളിച്ചത്. പക്ഷേ തമീമുദ് ദാരി എന്ന ഈ ചെറുപ്പക്കാരൻ അഖ്ബറനി,
എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച അതേ വസ്തുതകളായി അദ്ദേഹം കണ്ടിരിക്കുന്നു. അത് പഠിപ്പിച്ചു തരാൻ, തമീമുദ്ദാരിയുടെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ഇതെന്തല്ല ദഈഫ് അല്ല, എന്തല്ല മൗദൂഅൻ തള്ളിക്കളയുന്ന ഹദീസ് ഒന്നുമല്ല. എന്താ സ്ട്രോങ് ഹദീസാണ് സ്വഹീഹ് മുസ്ലിം. ഞങ്ങൾ യാത്ര പോയി. അങ്ങനെ ഞങ്ങളുടെ കപ്പൽ തകർന്നടിഞ്ഞ് ഞങ്ങൾ ഒരു വിജനമായ ദ്വീപിലേക്ക് കയറി ചെന്നു. ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. 30ഓളം ആളുകളായ അറബികൾ. അന്ന് അറബികൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാ, വോയേജസ്. ഒരു GPS സംവിധാനം ഇല്ലാതെ അവർ യാത്ര ചെയ്തത്. നമ്മുടെ കോഴിക്കോട് കാപ്പാടും കൊച്ചിയിലും നമ്മുടെ കൊയിലാണ്ടിയിലൊക്കെ അറബികൾ നടത്തിയ യാത്രയൊക്കെ എങ്ങനെ, എന്തൊരു അത്ഭുതമാണല്ലേ. നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ എല്ലാ സംവിധാനമുള്ള കപ്പലുണ്ട്. ഒന്നുമില്ല, പായക്കപ്പലിൽ പോരില്ലേ, എവിടെ എത്തുന്ന എന്തറിയും. അങ്ങനെ ധൈര്യം കാണിച്ചൊരു സമൂഹം ഉണ്ടായതുകൊണ്ടാ അവരിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞയച്ചതെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികൾ ചെയ്യുന്ന പോലെ ത്യാഗം ഒരു സമൂഹത്തിനും ചെയ്യാൻ പറ്റൂല എന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് നബി തങ്ങൾ അങ്ങോട്ട് അയച്ച് അവരെ കൊണ്ട് ലോകത്തിന്റെ ദഅവത്ത് എല്ലായിടത്തേക്കും അവരെത്തിച്ചു തന്നത് മാലിക് ദീനാർ തങ്ങളടക്കം. അങ്ങനെ വന്നവരല്ലേ. അവർ യാത്ര പോയി, കപ്പൽ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലേക്ക് അഭയം പ്രാപിച്ച കഥയാണ് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നത്. നബിയെ, ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഫസ്തഖ്ബലത്നാ ദാബത്തുൻ, ഒരു മൃഗം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സൗദാ, ഒരു കറുത്ത ഭയങ്കരമായ അദീമ, ഒരു ഭീമാകാരമുള്ള ഒരു ജീവി. ലാ യുഅറഫു ദുബുറുഹാ മിൻ ഖുബുലിഹാ, അതിന്റെ മുൻവശമേതാണ് പിൻവശമേതാണെന്നും കണ്ടാൽ അറിയുന്നില്ല. ആകെ രോമാവൃതമായ ഒരു ജീവി. ആ ജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു നബിയെ. ഞങ്ങൾ ചോദിച്ചു, മാ അൻത, ഈ ആരാണ് എന്ന് ചോദിച്ചു. നീ എന്താണ് ചോദിക്കന്നെ. മാ അൻത, അത് വിചാരിച്ചത് മറുപടി പറയില്ല. ആ സാധനം മറുപടി പറഞ്ഞു. അതാണ് അത്ഭുതം. ആ ജീവി ഞങ്ങളോട് മറുപടി പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസ എന്ന മൃഗമാണ്. ഞങ്ങൾ ചോദിച്ചു, വമൽ ജസ്സാസ, എന്താണ് ജസ്സാസ എന്ന് പറഞ്ഞാൽ? ആ മൃഗം പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഇൻതഖിലൂ ഇലാ ദൈരിൻ തഹ്ത, ആ താഴ്ഭാഗത്ത് ഒരു ഗുഹയുണ്ട്, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളോട് പോയി ചോദിച്ചാൽ അയാൾ പറഞ്ഞു തരും ഞാൻ എന്താണെന്ന്. ഇവര് പറയാ, നബിയേ, ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ വിചാരിച്ചു ഇന്നഹാ ജാന്ന, ഇത് പിശാച് പെണ്ണ് ജിന്നാണോ എന്ന് പേടിച്ചു നബിയേ. ഞങ്ങളുടെ ഭാഷയാണ് ഈ മൃഗം സംസാരിക്കുന്നത്. ഇത് പിശാച്ചാണോ ഞങ്ങൾ പേടിച്ചു. പക്ഷെ ഞങ്ങളോട് പോകാൻ പറഞ്ഞു, താഴേക്ക് നടക്കാൻ വേണ്ടി പറഞ്ഞു. നടന്നു ചെന്നു. അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഭീമാകാരമുള്ള ശരീരമുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു നബിയെ. ഞങ്ങൾ കണ്ടു, ചങ്ങലകളിൽ ബന്ധിച്ചൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു, മൻ അൻത, നിങ്ങൾ ആരാണ്? മുടിയെല്ലാം ചുരുളൻ മുടിയുള്ള ഭീമാകാരമായ ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഭയങ്കര ചങ്ങലകൾ, കൈകാലുകൾ ചങ്ങലകളിൽ ബന്ധിതനാണ്. നീ ആരാണെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാനിരിക്കട്ടെ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരിൻ. ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ഉനാസും മിനൽ അറബ്, ഞങ്ങൾ അറബികളാണ്. ഞങ്ങൾ കപ്പലിൽ യാത്ര പോയതാണ്. ഞങ്ങൾ വഴിതെറ്റിപ്പോയി, കപ്പൽ തകർന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടതാണ്. നിങ്ങൾ അറബികളാണല്ലേ? അതെ, ഞങ്ങൾ അറബികളാണ്. എനിക്ക് ചില ചോദ്യം ചോദിക്കാനുണ്ട്. അഖ്ബിർനി അൻ നഖ്ലി ബൈസാൻ, ബൈസാൻ ഈത്തപ്പനത്തോട്ടം എങ്ങനെയുണ്ട്? ഇന്നത്തെ ജോർഡാനിലെ ഈത്തപ്പനത്തോട്ടത്തിന്റെ പേരാണ് ഈ പറയുന്നത്. ബൈസൻ ഈത്തപ്പനത്തോട്ടം എങ്ങനെയുണ്ട്? ഞങ്ങൾ പറഞ്ഞു, കസീറത്തു ഷജർ, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, കായ്ക്കനികളുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, അമാ ഇന്നഹു, തീർച്ചയായും ഒരു കാലം വരും, ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒന്നുപോലും കായ്ക്കാതെ നിൽക്കുന്ന ഒരു കാലം വരാനുണ്ട്.
അഖ്ബിർനി അൻ ബുഹൈറത്തി തബരിയ, തബരി തടാകത്തെ കുറിച്ച് പറഞ്ഞു തരൂ. ഷാമിലെ തബരി തടാകത്തെ കുറിച്ചാ ചോദിക്കുന്നത്. തബരി തടാകം ശുദ്ധജലമാണ്. ഇവര് പറഞ്ഞു കസീറത്തുൽ മാ, ഒരുപാട് വെള്ളമുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയണോ, ആ വെള്ളമൊക്കെ വറ്റി വരണ്ടു പോകുന്നൊരു സമയം വരാനുണ്ട്. അടുത്ത ചോദ്യം, അഖ്ബിർനി അൻ ഐനി സുഗർ, സുഗർ എന്ന അരുവിയെ കുറിച്ച് പറഞ്ഞു തരൂ. സുഗർ വെള്ളത്തെക്കുറിച്ച്, വെള്ളച്ചാട്ടത്തെക്കുറിച്ച്. അവര് പറഞ്ഞു ഫീഹാ മാ, അതിൽ വെള്ളമുണ്ട്, ആളുകൾ കുടിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, കൃഷി നനക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാ കേൾക്കണോ, ആ വെള്ളവും വറ്റിപ്പോകുന്നൊരു സമയം വരാനുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് ഈ ആളാരെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നിട്ട് ചോദിച്ചു അഖ്ബിർനി അൻ നബിയിൽ ഉമ്മിയീൻ, അക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അന്ത്യപ്രവാചകനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. അവര് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആ നബി ലോകത്ത് വന്നിട്ടുണ്ട്, മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന് താമസമാക്കിയിട്ടുണ്ട്. ഇയാൾ ചോദിച്ചു എങ്ങനെയാണ് ജനങ്ങൾ ആ നബിയോട് പെരുമാറുന്നത്? ശത്രുതയിലോ അല്ല അനുനയത്തിലോ? പറഞ്ഞു കുറെ ആളുകൾ ശത്രുതയിലാണ്, കുറെ യുദ്ധമൊക്കെ നടന്നു, കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നു, കുറെ ആളുകൾ പിൻവച്ചിട്ടുണ്ട്. പക്ഷെ കുറെ ആളുകൾ ഇപ്പോഴും ശത്രുതയിലാണ്. ബദർ ഉഹദൊക്കെ നടക്കുന്ന കാലാണപ്പോ. അന്നേരം ഇയാൾ പറഞ്ഞു ഫഖൈറുൽ ലഹും അൻ യുതീഉ, ഫഖൈറുൽ ലഹും അൻ യുതീഉ, അവർക്ക് ഏറ്റവും നല്ലത് ആ നബിയെ പിൻപറ്റലാണ്. ആരാ പറഞ്ഞത്? അന മസീഹുദ് ദജ്ജാൽ, ഞാൻ മസീഹുദ് ദജ്ജാലാണ്. ലോകാവസാനം എടുക്കുമ്പോൾ എന്റെ ചങ്ങലകൾ പൊട്ടിക്കപ്പെടുകയും ഞാൻ പുറത്തു വരും, ഞാൻ ലോകത്ത് സഞ്ചരിക്കും. 40 യൗമൻ, 40 ദിവസം. യൗമുൻ കസനത്തിൻ വയൗമുൻ കശഹരിൻ വയൗമുൻ കജുമുഅ, ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും 40-ൽ. വേറെ ഒരു ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും. വേറെ ഒന്ന് ഒരാഴ്ചയുടെ ദൈർഘ്യമുള്ള ദിവസം വരും. ബാക്കി 37 ദിവസങ്ങൾ സാധാ ദിവസങ്ങളായിരിക്കും. ഞാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കും. ഗൈറ മക്ക വ ത്വയ്ബ, മക്കയൊഴികെ ത്വയ്ബ ഒഴികെ ബാക്കി എല്ലായിടത്തും ഞാൻ എത്തും. അമ്മാ മക്കത വ ത്വയ്ബ ഫതഹറുസുഹൽ മലായിക, മക്കയിലേക്കും മദീനയിലേക്കും എനിക്ക് കടക്കാൻ കഴിയില്ല. അന്നേരം മക്കക്കും മദീനക്കും അള്ളാഹുവിന്റെ മലക്കുകൾ കാവൽ നിൽക്കുകയായിരിക്കും, എനിക്കടുക്കാൻ പറ്റില്ല. ഇവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിൽ ഊന്നുവടിയുണ്ട്. ആ വടി മിമ്പറിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഹാദിഹി ത്വയ്ബതു, ഹാദിഹി ത്വയ്ബതു, ഹാദിഹി ത്വയ്ബ, ഇതാണ് ആ ത്വയ്ബ എന്ന മദീന. എന്റെ മദീനയുടെ പേരാണ് ത്വയ്ബ, എന്റെ മദീനയാണ് അവൻ ത്വയ്ബ എന്ന് പറഞ്ഞത്. ഇതാണ് ത്വയ്ബ, ഇതാണ് ത്വയ്ബ, ഇതാണ് ത്വയ്ബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്ത്യാനികളായ 30ഓളം ആളുകളോടാണ് അവർക്കൊക്കെ ആ നബിയെ പിൻപറ്റലാണ് നല്ലത്. ഈ വാക്കുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മുസ്ലിമാവണം നബിയെ, എനിക്ക് കലിമ ചൊല്ലിത്തരൂ നബിയെ, എനിക്ക് ഷഹാദത്ത് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി ഷഹാദത്ത് ചൊല്ലിയ സ്വഹാബിയാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. അപ്പോ ഈ ഒറ്റക്കണ്ണുള്ള കുറെ കാർട്ടൂൺ ഫിഗർ ഇറങ്ങുന്നുണ്ട് ഇപ്പോ, ഒറ്റക്കണ്ണ്. അതുകൊണ്ടാണ് അമേരിക്കന്റെ $1 മുകളിൽ എന്തുണ്ട്, ആ പിരമിഡിന്റെ മുകളിലായി ഒരു ഒറ്റക്കണ്ണിന്റെ ചിഹ്നം കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ അറൈവൽസിലെ ആ കുട്ടികൾ ശരിക്കും ചെയ്തിട്ടുണ്ട്, അത് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റക്കണ്ണ് പിശാച് ഈ മസീഹുദ് ദജ്ജാലിന്റെ അടയാളമാണ്.